السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة الفائزين أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മറിച്ചൊൽ പിന്നെ നടക്കണമെങ്കിലത്തെ പല യഥാർത്ഥങ്ങളാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടുള്ളത്. ഞങ്ങൾ കണ്ടില്ലെങ്കിലും ആ വിഷയത്തിൽ അത് നടപ്പിലാക്കിയ റബ്ബ് അറിയിച്ചു കൊടുത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തരം ഞങ്ങൾക്ക് പഠിക്കു സാധ്യമായ ഹഖീഖിയായ വിഷയങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടുള്ളത്. സഹോദരങ്ങളെ, മനുഷ്യ ഈ ദുനിയാവിലു എങ്ങനെ ഇന്നാണ് അത് കൊത്തിട്ടായിട്ട് പോണോ? ഖബറിൽ പലതും അനുഭവിക്കണം. അവിടെ ചോദ്യം കേൾക്കുമ്പോൾ, പ്രശ്നം കേൾക്കുമ്പോൾ ഓണ് ദുനിയാവിൽ പലതും പഠിച്ചിട്ടിന്നെങ്കും ഓൻ്റെ വിശ്വാസം അനുസരിച്ചും ഓൻ്റെ കർമ്മങ്ങൾ എങ്ങനെ അതിനുമേൽ ഡിപ്പെൻഡായിട്ടായിരിക്കട് ഓണ് ഉത്തരവും പലതും കൊടുക്കുക അവിടെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉത്തരങ്ങളുടെ വിഷയത്തിൽ മനുഷ്യന്മാരിൽ വ്യത്യാസം കളിക്കലുണ്ടായിരിക്കട്. അപ്പോൾ ചിലാൽമാരുടെ അള്ളാഹു താല കേൾക്കട് എന്തിനുണ്ട്? മർറബ്ബുക, നിൻ്റെ റബ്ബാറുണ്ട്. അള്ളാഹുടെ മലായിക്കത്ത് മുൻകർ നക്കീർ വന്ന് കേൾക്കട്. ആ ടൈമിൽ ഓൻ്റെ അഖീദ വിശ്വാസ സമയമില്ലാണ്ടായെങ്കിൽ ഓണോ ഉത്തര കൊടുക്കുക ആവില്ല. ഓണക്ക് ഉത്തര കൊടുക്കുക ആവില്ല. ഓൺ ആ ടൈമിൽ കൊടുക്കുന്ന ഉത്തര അള്ളാഹു റബ്ബി അല്ല, വേറെന്താ ഉത്തരായിട്ടിരിക്കും. ഇത് കേട്ട് മലായിക്കത്ത് ഉടൻ തന്നെ തങ്ങളെ കയ്യിലിക്കൽ ദണ്ട് കൊണ്ടിട്ടോ ഒരു അടി അടിക്കുമ്പോൾ ആ ഖബർ തീ കൊണ്ടു നിറയുണ്ടായിരിക്കട്. പിന്നെ ഖബറിൽ പലതും അവിടെ ദിവസങ്ങളോളം ആ തീയുടെ ആ അടിച്ച അടിയിലെ ആ പവർ എത്രയോ നാളങ്ങിക്കൊണ്ടായിരിക്കട്. എന്നിട്ട് ആ തീയുടെ പവർ കുറഞ്ഞിട്ട് ബന്ധുണ്ടായെങ്കിൽ വീണ്ടും ഈ തീ കൊണ്ടുള്ള അടിയും തീനാളുള്ളെങ്കിൽ ദണ്ട് കൊണ്ടുള്ള അടിയും പിന്നെയും വീണ്ടും ആ തീയുടെ ആ അടിച്ചതിന് അടയാളം അവൻ്റെ ഖബറിലിക്കുകയും ഇതിങ്ങനെ ഖിയാമത്ത് തോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചില ആൾമാരിട്ട മാ ദീനുക്കാസെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ദീൻ ഇസ്ലാമു ചെന്ന് ഞങ്ങളെ കൊണ്ടാവില്ല. എന്തേ? അതെല്ലാം സംശയത്തിലാണ് ജീവിച്ചത്. ദീനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ആഖിറത്തെ വിഷയം കൊണ്ടുമ്പോൾ, ദീനിൽ എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ സംശയം, അതൊക്കെ അല്ലേ, അതെന്ത്രമാഭാവ ചെന്നിട്ടൊരു സംശയങ്ങളുണ്ട് കൽബുലിക്കട്. അല്ലെങ്കിൽ വേറെന്തെങ്കിലും മരണ സന്ദർഭത്തിലുണ്ടായെങ്കത്തെ ശൈത്വാൻ്റെ ശർറിക വിധേയമായതിന് കാരണങ്ങളായിട്ടിരിക്കും. ഏതാ ഒരു കാരണത്തിൽ ഓണു ആ ടൈമിലു ദീനി അൽ ഇസ്ലാമു ദീനി ചൊല്ലകൂ, നൻ്റെ ദീൻ ഇസ്ലാമു ചൊല്ലകാവില്ല. അപ്പോഴും ഇതേപോലത്തെ ഒരടി കൊണ്ട് അടി കിട്ടുകയും കിട്ടിയ അടി കൊണ്ടിട്ടു ദിവസങ്ങളോളം അതിരെ ആ ചൂടനുഭവിക്കുകയും തെല്ല് ചൂട് തണിഞ്ഞിട്ടുണ്ടാകുമ്പോൾ വീണ്ടും അടി ഖിയാമത്ത് തോൽ ഇതേപോലെ സംഭവിക്കൊണ്ടായിരിക്കും. ചിലാർമാർക്ക് എൻ്റെ കിതാബ് ഏതെന്ന് കേൾക്കുമ്പോൾ ഖുർആാനു ഇമാമി ചൊല്ലക കിട്ടില്ല, ഖുർആനാണ് എൻ്റെ ഇമാമു ചൊല്ലകാവില്ലങ്കു. എന്തുകൊണ്ടോ ഓണോ ഖുർആൻ ചിലപ്പോൾ ഓതിക്കൊണ്ടിരുന്ന ഓതര മാത്രം ഖുർആൻ്റെ ആജ്ഞാവിരോധങ്ങൾക്ക് വിധേയമായി നടന്നിട്ടില്ല. ഖുർആൻ ചെന്ന പോലെ ഓൺ ജീവിച്ചിട്ടില്ല. ഉസ്താദുമാർ ഖുർആനിലുള്ള ആശയങ്ങൾ ചെന്നെങ്കും ഓൻ്റെ ജീവനത്തത് വന്നുകൊണ്ടില്ല. അതുകൊണ്ടിട്ടോ ഖുർആനനുസരിച്ച് ജീവിക്കാത്തത് കൊണ്ടിട്ടോ ഖുർആൻ കൊണ്ടിട്ട് ഇന്നെങ്കും ഓൺ ഖുർആൻ ഓതലോണായിട്ടിന്നുണ്ടായെങ്കും ഇല്ല ഓണുകോ ഖുർആൻ ഇമാം കൊണ്ട് ചൊല്ലകാവില്ല. അപ്പോൾ ഖുർആൻ ഓതിയത് കൊണ്ട് ഖുർആൻ ഇങ്ങനെ ഉണ്ടുകൊണ്ട് പഠിച്ചത് കൊണ്ടോ അവിടെ ഉത്തര ചൊല്ലകാവുന്നുണ്ടില്ല. ഖുർആൻ അനുസരിച്ചുള്ള
നടത്തങ്ങൾ ഓണ്ടിട്ട് ഇല്ലാണ്ടായെങ്കിൽ ഓണുക എപ്പോഴും ഉത്തര കൊടുക്കാൻ വേണ്ടി മുന്നിൽ ചെന്ന പോലെ ദിവസങ്ങളോളം ഖിയാമത്ത് നാൾ വരെ അടികളും അതിരെ ആ ഫലങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കണ്ടായിട്ടിക്കട്. അതേപോലെ ചിലാൽമാർ അള്ളാഹു അങ്ങനെ ഖബറിൽ എന്താക്കിടാണ് കൊണ്ടുണ്ടാ നായുടെ കുഞ്ഞിരെ പോലെ ആക്കറുണ്ടായിട്ടിക്കട്. നായുടെ കുഞ്ഞ് അങ്ങനെ അതാബ്, നായുടെ കുഞ്ഞിരെ പോലെ തെറുപ്പാക്കിയിട്ട് അതാബ്. ചിലാൽമാർ ഹദീസിലുണ്ടോ അങ്ങനെ പന്നിരെ കുഞ്ഞു പോലെ ആക്കറുണ്ടായിട്ടിക്കട്, പന്നികളെ കുഞ്ഞു പോലെ ആക്കട്. അങ്ങനെയും ചില ഹദീസുകളിലുണ്ട്. ചിലാൽമാർക്ക് മൻ നബിയു കാൻ കേൾക്കുമ്പോൾ നബി മുഹമ്മദ് എന്ന് ചൊല്ലുകാവില്ല. കാരണം എന്തേ ഓങ്കു ദുനിയാവിലോ നബി മുഹമ്മദ് കൊണ്ട് വിശ്വസിച്ചിര, വിശ്വാസവും കൊണ്ടു ദുനിയാവിൽ വിശ്വസിച്ചിര മുഹമ്മദ് നബി ചെന്നിട്ടു. പക്ഷേ ഓണു ആ ടൈമിൽ ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരം കൊടുക്കാവില്ല. എന്തുകൊണ്ടോ ഹബീബുനാ റസൂലുള്ളാഹി നിങ്ങൾ പടിമാറ്റിയ സുന്നത്ത് ഓൻ്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടില്ല. ഓൻ്റെ പലക്കങ്ങളിൽ, ഓൻ്റെ നടത്തങ്ങളിൽ, ഓൻ്റെ ഡ്രസ്സുകളിൽ, ഓൻ്റെ സ്വഭാവങ്ങളിൽ ഇതുപോലത്തെ ഒരു വിഷയങ്ങളും റസൂലുള്ളാഹി തങ്ങളെ സുന്നത്ത് കാണില്ല. ഓണ്ടതേ ഒരു സ്റ്റൈല് നബി തങ്ങളെ സുന്നത്തിനെ മറന്ന് ജീവിച്ചില്ല. അങ്ങനത്തെ മനുഷ്യര് അവിടെ മുഹമ്മദ് നബി ചെന്നിട്ട് ഉത്തരം കൊടുക്കുകയില്ല. ഖിബ്ല ഏതെന്ന് കേൾക്കുമ്പോൾ കാബാണ് ചൊല്ലകൂ ഇല്ല, അങ്ങനെ വായിൽ പണ്ടില്ല തൊണ്ടൽ. എന്തുകൊണ്ടിട്ടോ ഒന്ന് നിസ്കാരത്തിൽ ഖിബ്ല കിട്ട കൊറടിയായിരിക്കണ്, അഥവാ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഖിബ്ല ഉണക്ക് സമാക്കിയിട്ടിട്ടില്ല. നിരന്തര നിസ്കാരങ്ങളില്ല. അഥവാ നിസ്കരിച്ച് നിസ്കാരത്തിൽ ചമ്മ തപ്പുമായിട്ടിക്കണ്. ഉളുവാക്കിടയിൽ പണ്ടേ തപ്പോ അല്ല നിസ്കരിക്കുമ്പോൾ അപരിപരം തിരിഞ്ഞു നോക്കി നിസ്കരിച്ചവണോ. റുക്കൂ സമാക്കില്ല, സുജൂദ് സമാക്കില്ല, റുക്കൂൽ സമാ കൈ ബൈക്കില്ല, സുജൂദിൽ സമാ കൈ ബൈക്കില്ല. ഇതെല്ലാം സംഭവിച്ചത് കൊണ്ടിട്ടു. അപ്പം ഇങ്ങനത്തെ നിസ്കാരം വന്നത് കൊണ്ടിട്ടു എന്ത് സംഭവിക്കട്? കായബ നിൻ്റെ ഖിബ്ല ഏത് കേൾക്കുമ്പോൾ കായബാണ്ട് ഉത്തര പണ്ടില്ല. എന്ത് ചെയ്തല്ലേ ചിലാൽമാർക്ക് അബ്ബാറിന് കേൾക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉറനിലേക്ക് ഉത്തര കൊടുക്കുകൊണ്ടു. അതും നബി ഇസ്ലാമും അബ്ബ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഉറനിലേക്ക് നിങ്ങൾ അബ്ബാണ് ചൊല്ലുകൊണ്ടു. അപ്പം എന്തേ അങ്ങനെ ഉത്തര കിട്ടില്ല? അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് യഹൂദിയാണ്, നസ്രാനിയാണ് ചെന്നിട്ടുള്ള വിശ്വാസം ഓൻ്റെ കൽബിൽ ചിലപ്പോൾ വന്നത്. അങ്ങനെ കുറേ ആൾമാരുള്ളാറ്. ചില ക്രിസ്ത്യാനിമാർ മുണ്ടുമ്പോൾ ചൊല്ലാറ് ഇബ്രാഹിം ഞങ്ങളെ അബ്ബാവ, അത് ഞങ്ങളെ ദീനിൽ നിന്ന് അയൽ ചെന്നിട്ടു. ഖുർആൻ ചെന്നുകൊണ്ടുണ്ട് മക്കാന ഇബ്രാഹിം യഹൂദിയം വല നസ്രാനിയ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരിക്കലും യഹൂദി മതമല്ല, നസ്രാനി മതമല്ല. അങ്ങനെ മാത്രം ഞങ്ങളെ ആളെന്ന് ചൊല്ലിട്ടാൽ മാത്രം. അപ്പോൾ ഇങ്ങനത്തെ ആൾക്ക് ഇങ്ങനത്തെ ഓണ്ട് ടോട്ടലി ചെന്നുണ്ടായെങ്കിൽ ദുനിയാവിൽ ജീവിക്കുമ്പോഴുള്ള വിശ്വാസങ്ങൾ സമമില്ലാത്തത് കൊണ്ടിട്ടും കർമ്മങ്ങൾ സമമില്ലാത്തത് കൊണ്ടിട്ടും ആ പ്രശ്നങ്ങൾ ഉത്തര ദുനിയാവിൽ പഠിച്ചെങ്കും ഉത്തര കൊടുക്കുക ആവാണ്ട് ആദാബുകൾ നേരിടേണ്ടിമുണ്ട്. അല്ലാഹു കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. ഇങ്ങനത്തെ ഒരു മനുഷ്യരെ ചിലാൽമാരെ എന്തായിരിക്കും അവനാക്കിയ അമല് ഓൺ ആക്കിയ അമല് ഓൺ നിസ്കരിച്ചിര, സ്വതക്ക കൊടുത്തറ, ഖുർആനോദിര, പലതും ഓൺ ആക്കിര. പക്ഷേ ഓൻ്റെ അമൽ ഓൺകു നായായിട്ട് ഓൻ്റെ കടിച്ചോണ്ടിരിക്കലുണ്ടായി. അങ്ങനെ ഹദീസിൽ നായായിട്ട് കൽബൻ യൻഹശുഹു. ഓൻ്റെ അമൽ ഓൺ ദുനിയാവിലാക്കിയ ഓൻ്റെ നിസ്കാരമേ, ഓൻ്റെ നോമ്പേ, ഓൻ്റെ ഖുർആനെ നായായിട്ട് ഓൻ്റെ കടിച്ചോണ്ടിക്കോ. എന്തുകൊണ്ടിട്ടോ ഇമാമിക ചൊല്ലുടെ വഹുമുൽ ഖവാരിജ്, പുതിയ ആശയങ്ങൾ അഹ്ലുസുന്ന വൽ ജമാഅത്തുകളുടെ ആശയത്തെ തപ്പിട്ട് ആശയങ്ങൾ ചേഞ്ചായിട്ടാകുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുക്കണമെങ്കിൽ ഖവാരിജികളുടെ ഒരു പുതിയ ആശയത്തെ വിഭാഗങ്ങളായിരിക്കട്. അങ്ങനെ അമലെ അല്ലാഹു തആല നായായിട്ട് മരിക്കും. നിസ്കരിച്ചെങ്കും ആ നിസ്കാരം കൊണ്ട് ഫലമില്ല. ചിലന്മാരെ നിസ്കാരങ്ങൾ ആക്കിയ അമൽ പന്നിയായിട്ട് മറിയുണ്ടായിരിക്കട്. പന്നികളെ പോലെ ആയിട്ട് മറിയിട്ടുണ്ടായിരിക്കട്. ഓൺ അമലാക്കിയിട്ടിക്കട അമലെ പന്നിയുടെ രൂപത്തിൽ വന്നിട്ട് കൊണ്ട് കടിച്ചുകൊണ്ടിരിക്കലുണ്ടായിരിക്കട്. അതും എന്തുകൊണ്ടിട്ടോ പല സംശയത്തിൽ ജീവിച്ചത് കൊണ്ടിട്ടോ ഓർക്ക് എപ്പോഴും പല സംശയ നിസ്കാരത്തിൽ എല്ലാ നിസ്കാര ചെന്നെങ്കിൽ ദീൻ്റെ വിഷയത്തിൽ പലതിലും സംശയ. അത് സമയമില്ല, ഇത് സമയമില്ല, ആ ഉസ്താദ് ചെന്ന സമയമില്ല, അങ്ങനെ ചെന്ന സമയമില്ല, ആ കിതാബിലുള്ള സമയമില്ല, ഇങ്ങനെ സംശയ രോഗി ഈ മനുഷ്യർക്ക് അല്ലാഹു ഇതെല്ലാം പുതിയ ആശയങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചെമ്മായിട്ട് ഈ വിഷയങ്ങളെല്ലാം കാണണം നമുക്ക് അവിടെ. അപ്പോൾ മനുഷ്യ ടോട്ടലി ഇങ്ങനെ ഓണാക്കിയ അമലെ ഓൺകു പല കോലത്തിലായിട്ട് വേണ്ട
അതുക്കും ഇമാമിക ചൊല്ലെ ഒരു മനുഷ്യ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓൺക്ക് ഏറ്റവും വലിയ പേടി ഏതായിട്ടിക്കട? ചില ആൾമാർക്ക് സിംഹമായിട്ടിക്കട പേടി, ചില ആൾമാർക്ക് പാമ്പായിട്ടിക്കട പേടി, ചില ആൾമാർക്ക് ചിരതയായിട്ടിക്കട പേടി. ഓൺ ഏതിലെ യാറെ പേടിക്കറാണ് ആ പേടിക്കട രൂപനുസരിച്ചിട്ട് ഓൺ എന്തിടത്തെ പേടിക്കറാണ് ആ പേടിക്കടുത്ത് രൂപമായിട്ട് ഓണാക്കി ആമലയെ പണ്ടുണ്ടാണ്. അള്ളാഹു കാത്ത സലാമത്താക്കി തരുമാനാകട്ടെ. ചുരുക്കി ചൊന്നുണ്ടായെങ്കിൽ ഈ ബടക്ക് ആക്കിയെങ്കിലത്തെ ആൾ, പല ബടക്കിൽ ജീവിച്ചെങ്കിലത്തെ ആൾ ഇങ്ങനത്തെ എല്ലാം അനുഭവിച്ചാൽ പിന്നെ വീണ്ടും ഖബറുക്ക് ഒരു മനുഷ്യ പണ്ട് ഏത് മനുഷ്യ കൊണ്ടുണ്ട മുഖ ചെന്നെങ്കിൽ അത്രയും വിരൂപമാണ്. മുൻകർ നക്കീർ പോലത്തെ രാക്ഷസി ആ രൂപത്തിൽ പണ്ടല്ല, ആ മുൻകർ നക്കീർ വിഷയമല്ല, ഇത് വേറൊരാളായിരിക്കട്ടെ. മുഖ ചെന്നുണ്ടായെങ്കിൽ കാണുമ്പമേ വെറുത്തിട്ട് പോവാറ്, പേടിച്ച് പോവാറ്. ഡ്രസ്സാണെങ്കിലും അങ്ങനത്തെ ഒരു പേടിജനകമായ ഡ്രസ്സായിരിക്കട്ടെ. മണായെങ്കിൽ നാറിട്ട് പോണ്ട് അങ്ങനത്തെ നാത്തമാണുള്ളത്. എന്നിട്ട് ഈ രൂപത്തിൽ വന്നെങ്കിലത്തെ മനുഷ്യ ഓൺകു ചൊല്ലെ അബ്ശിർ, നിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടോ? പക്ഷേ ഏത് ഗുഡ് ന്യൂസോ? ബില്ലതി യസൂക്ക, നിക്ക് ഉപദ്രാക്കണെങ്കിലത്തെ ഒരു ഗുഡ് ന്യൂസിനാ തണ്ടേ. ഹാദാ യൗമുക്കല്ലദീ കുന്ത തുഅദു, ദുനിയാവിൽ നിക്ക് ഉസ്താദ്മാർ ചൊന്നുകൊണ്ടില്ല എന്താ അങ്ങനെ ആക്കെങ്കിൽ ഇങ്ങനെ ആവിടു, ഇങ്ങനെ ആക്കെങ്കിൽ അങ്ങനെ ആവിടു, ആ തപ്പുക്ക് ഇങ്ങനത്തെ ശിക്ഷയുണ്ടോ ചൊന്നിട്ടുള്ള നിൻ്റെ ഉസ്താദ്മാർ ചൊന്നുകൊണ്ടില്ല എന്താ ആ നാളായിട്ടിക്കട് വന്നരേ. അപ്പം ഈ മനുഷ്യ അത്ഭുതത്തേക്കട് പലതും അനുഭവിച്ചിട്ടേത്തി. ഖബറിൽ മുൻകർ നക്കീർ അടിക്കിട്ടിട്ടേത്ത്, നരക ഓപ്പണായിട്ടേത്തി അല്ല. ഇത് നീ ആറ് പാവ ലാസ്റ്റ് കൊന്ന് വന്നരേ. അപ്പോൾ ചൊല്ലെ ഫവജുഹുക്കല്ലദീ യജു ബിശ്ശർ, അയാൾ ചൊല്ലെ ഈ മനുഷ്യ നിൻ്റെ മുഖം കാണുമ്പമേ ഒരു ഷർറ്, ഒരു നാത്ത പിടിച്ചിട്ട് കാണണ്ടല്ലേ, ഒരു എന്തായിട്ടിക്കട്ടെ നാത്ത പിടിച്ച മുഖല്ലേ നിൻ്റെ മുഖം, നീ ആറ് പാവ ഇത് വന്നരേ. അപ്പോഴാണ് ആ മനുഷ്യ ചൊല്ലെ അൻ ആമലുക്കൽ ഖബീസ്, ആണ് നിൻ്റെ ബടക്കായ അമലായിട്ടിക്കടേ. ഈ ദുനിയാവിൽ നീനാക്കിയെങ്കിലത്തെ തപ്പുകായിട്ടിക്കടേ. കളവ് ചെന്നോണു, വ്യഭിചാരങ്ങളും അതുപോലെ കള്ളുകുടികളും അതുപോലത്തെ ഗീബത്തുകളും നമീമത്തുകളും അടക്കമുള്ള നീ ആക്കി എന്ത് തപ്പുണ്ട അതായിട്ടിക്കട നാൻ. ഇത് കണ്ടിട്ട് ഈ മനുഷ്യ പിന്നെ അവിടെ റബ്ബേ ഖിയാമനാൾ വേണ്ട, നിൻ്റെ അവസ്ഥ പിന്നെ ഖിയാമനാളെ ആക്കണം. അതിൽ ഇങ്ങനെ മേക്കട കാരണം ഇപ്പോൾ ഒരു ശിക്ഷ ഇങ്ങനെയല്ലേ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ നാൻ ഖിയാമനാൾ പോയിട്ട് എത്തിയ രണ്ട് അവസ്ഥ പിന്നെ എന്താവും ചെന്നിട്ടോ മനുഷ്യ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പോകണ്ടായിട്ടിരിക്കും. പ്രത്യേകിച്ചിട്ടും ഇങ്ങനത്തെ ആദാബുകളും ഇതെല്ലാം ഇന്നെങ്കും ഒരു മനുഷ്യക്ക് ചൊമ്മ ഖബറിൽ ഫിത്ന പണ്ടത് തൗസ് റളിയല്ലാഹു ചൊല്ലോ യുഫ്തനൂന ബി ഖുബൂരിഹിം സബഅ, ഒരു 7 നാൾ പ്രത്യേക ഒരു ഫിത്ന ഇക്കറുണ്ടായിന് ഖബറിൽ. ഒരു 7 നാളിൽ ഖബറിൽ ചൊമ്മ ഈ ചോദ്യങ്ങളും അടികളും വലിയ വലിയ വിഷയങ്ങൾ അത് ആരംഭത്തെ 7 നാളിൽ ചൊമ്മയായിട്ടിക്കടുണ്ടായിട്ടിക്കട്. പിന്നെ അത് കണ്ടിന്യൂ അവിടെ എന്തെങ്കിലും ആ തുടക്കത്തെ ഒരു 7 നാൾ അങ്ങനെ ആയിട്ടിക്കട്. അതുകൊണ്ടാണ് കാനു യസ്തഹിബ്ബൂന അൻ യുത്അമ അൻഹും തിൽക്കൽ അയ്യാം. ആ മരിച്ചിട്ട് 7 നാളാവുമ്പോൾ പണ്ടത്തെ സ്വാലിഹീങ്ങ മഹാന്മാർ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ആഹാരം കൊടുത്തുകൊണ്ടിരുന്ന 7 നാൾ ആഹാരം കൊടുക്കൂടെ, 7 നാൾ ചോറ് കൊടുക്കൂടെ, 7 ദുവാക്കടെ, 3 ദുവാക്കടെ, ഡെയിലി പള്ളിക്ക് 10 കടത്തരെ, പാവത്തെങ്കിൽ എന്തെങ്കിലും കൊടുക്കൂടെ. ഇതെല്ലാം എന്തുകൊണ്ടിട്ടോ ഈ ആദത്ത് വന്നരെ 7 നാൾ ഒരു മനുഷ്യക്ക് ഖബറിൽ പലതും ഇങ്ങനെ അനുഭവിക്കാനുണ്ടായിട്ടിക്കട്. അതുകൊണ്ടിട്ടായിട്ടിക്കട് എന്തായിട്ടിക്കട് പണ്ടത്തെ ആൾമാർ അങ്ങനെങ്കിലും ഒരു തഖ്ഫീഫ്, ഒരു സുലഭ എന്തെങ്കിലും റാഹത്ത് കിട്ടിട്ടുണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നാറുണ്ടാണ്. ആ ആദത്തെല്ലാം ഒന്നും നിപ്പാട്ട് കുതീറ. അതിനെ ഖബറാളികൾക്ക് വലിയൊരു സന്തോഷമായിട്ടിക്കരുത് ആക്കരുത്. പിന്നെ ചോദ്യം അദാബു ചൊല്ലത് ഇമാമിങ്ങൾ ചോദ്യം ഇട്ടാറ് കിതാബിലും അദാബു ചൊല്ലത് അത് കണ്ടിന്യൂ ഖിയാമന്നാൾ തോലിക്കിടുക, അല്ലെങ്കിൽ കൊറിയ ടൈം കലിയുമ്പോൾ 50 വർഷം കലിയുമ്പോൾ 20 വർഷം കലിയുമ്പോൾ ഇങ്ങനെല്ലാം നിക്കടാ ചെന്നിട്ടു. അത് കുത്തരായിട്ടും ഇമാമിങ്ങ ചൊല്ലെ അദാബ് 2 നിലക്കൊണ്ടുണ്ടായിട്ടിക്കട്. അദാബ് 2 നിലക്കുണ്ടോ. ചില അദാബ് അത് ദായിമി അവിടെ അദാബ് തീരില്ല. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ചൊന്ന ചില തഖ്ഫീഫുള്ള ചില ചില സുലഭയുടെ ടൈമുണ്ടോ. ഇസ്രാഫീൽ അലൈഹി സ്വലാം ഒരു ഊതിട്ട് 2ാമത്തെ ഊത് പണ്ടെടുക്ക് ഒരു തഖ്ഫീഫ് അദാബിലേക്കില്ലാണ്ടായിട്ടിക്കട്. അങ്ങനത്തെ ടൈം വിട്ടിട്ടു ബാക്കി എല്ലാ ടൈമിലും നിരന്തര അദാബ്, നിരന്തര അദാബ്.
ಅದಕ್ಕೆ തെളിവാണ് അന്നാറു യൂറദൂന അലൈഹ ഗുദുവൻ വഅശിയ. ആ ഖബറാളികൾക്ക് തീടെ അല്ലാഹു തആല അങ്ങക്ക് കാട്ടിക്കൊണ്ടിരിക്കട്. എപ്പ സുബൈക്കും മോന്തിക്കും കാട്ടിക്കൊണ്ടിരിക്കട്. പല ഹദീസിൽ കണ്ട് ഫഹുവ യഫ്അലു ബിഹി ദാലിക ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ തോൽ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കണാണ് അല്ലേ. ഇങ്ങനത്തെ എത്രയോ സംഭവങ്ങൾ ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ കണ്ട് യതജൽജലു ഫിഹാ ഇലാ യൗമിൽ ഖിയാമ. ഭൂമി പിടിച്ചു മിൽങ്ങിട്ട് ഖിയാമത്ത് നാൾ തോൽ ഭൂമിയിൽ അടിക്ക് പോണ്ടേ മേൽ പണ്ടേ. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അദാബുകൾ റസൂലുള്ളാഹി തങ്ങൾ ചെന്ന കൂട്ടത്തിൽ ഇലാ യൗമിൽ ഖിയാമ കൂട്ടിയിട്ട് ഖിയാമത്ത് നാൾ തോൽ സംഭവിക്കുന്നുണ്ട്. ثم يخرق له خرقا الى النار فيؤتيه من غمها ودخانها الى يوم القيامه. നരകത്തിൽ ഒരു വായിൽ ഓപ്പൺ ആക്കിയിട്ട് അവിടെ തീയും അതിലെ പല വിഷമങ്ങളും നരകത്തിൽ നിന്നിട്ട് ഖിയാമത്ത് നാൾ തോൽ പണ്ട്. അങ്ങനെ ചില ആൾക്ക് കൊടുക്കുന്ന അദാബ് അത് ഗൈറു മുൻഖത്തി അൺലിമിറ്റഡ്, തീരില്ല, അത് കണ്ടിന്യൂ ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പുണ്ട് അങ്ങക്ക് കൊടുക്കുന്ന അദാബ് അത് ഒരു ഏകദേശം ഓണാക്കിയേ തപ്പനുസരിച്ചിട്ടായിട്ട് പിന്നെ അത് നീണ്ടു പോകണ്ടു. പിന്നെ ഖബർ സന്തോഷമായിട്ടിക്കട്. അതാരായിട്ടിക്കട്? മുസ്ലിമീങ്ങളെ കൂടത്തിൽ മിനിങ്ങളെ കൂടത്തിലെ തപ്പാക്കിട ആയെങ്കും യാരെ തപ്പല്ല ഒരു അന്താജ് തപ്പെ ആക്കിടെ കൊറിയ തപ്പാക്കിയിട്ട് തൗബല്ലാക്കിയിട്ട് ഇങ്ങനെയുള്ള കൊറിയയിൽ ജീവിച്ചാൽ തപ്പ് കുറേ ഉണ്ട്. തൗബസമായിട്ട് പിന്നെ എന്താക്കിയ ദോഷാക്കിയിട്ട് പിന്നും ദോഷാക്കിയ അങ്ങനെ ഇതുപോലത്തെ തപ്പുക ഒരു കൊറിയമേ ആക്കിയില്ലേ, ഓവർ തപ്പാക്കിയിട്ടില്ല. അങ്ങനത്തെ മനുഷ്യണ്ടായെങ്കിൽ അതുകൊണ്ട് ആ ദോഷം അനുസരിച്ച് അള്ളാഹു മാഫാക്കിയും കഴിത്ത് മാഫാക്കാത്ത ബാക്കിയുള്ള ദോഷം കൊണ്ടുണ്ടായെങ്കിൽ അതനുസരിച്ചിട്ടാണ് ഖബറിൽ ഓർക്ക് അദാബ് കിട്ടേ. അത് കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് തഖ്ഫീഫ്, പിന്നെ ഒരു അദാബ് കുറടിയാവടു, പിന്നെ കൊറിയ കഴിയുമ്പോൾ അദാബ് അത് നീങ്ങിക്കിട്ടേ. ഇതുക്കും ചില ഇമാമിക കിതാബുകൾ ചൊല്ലാറ് ഒരു മുഅ്മിനായ മനുഷ്യ ഖബർ അദാബ് അനുഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ അദാബ് ഇല്ലാണ്ടാവുകയുള്ളേ, അദാബ് നിപ്പാട്ടുകൊള്ള കാരണം ചിലപ്പോൾ അവൻ്റെ കുടുംബത്തങ്ങ അവൻ്റെ ഇഷ്ടപ്പെട്ടങ്ങ ആരെങ്കിലും അവനക്ക് വേണ്ടി ദുആകൾ കൊണ്ടിട്ട് അദാബില്ലാണ്ടാവടോ. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ ക്ലാസ് കേട്ടിട്ടുള്ള നേട്ടങ്ങൾ ഞങ്ങളെ കുടുംബത്തങ്ങളെ അദാബിൽ നിന്ന് രക്ഷിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമാകുന്നു. അപ്പോൾ ഞങ്ങൾ മരിച്ചപ്പോൾ ഞങ്ങൾക്കും വേറെ ആൾമാർ ഞങ്ങളെ രക്ഷിക്കുക വേണ്ടി എന്തെങ്കിലും ശ്രമിക്കണം. അതിനുമേൽ ഡിപ്പെൻഡ് ആവശ്യമുണ്ടല്ല. എന്നാലും ആ ഒരു ഇസ്ലാം ദീൻ പടിപാട്ടിയ ഒരു കർമ്മങ്ങൾ ഞങ്ങളെ കൊണ്ടാക്കല്ലേ. അപ്പം ഹയാത്തുള്ള ആൾമാർ ദുആകൾ ഖബറാളിയുടെ അദാബിനെ ഉയർത്തുക കാരണമാവടോ. ഞങ്ങൾ ദുആക്കില്ലേ പലത് ഓതിയിട്ട് ഹദിയാക്കിയിട്ട്. അതേപോലെ സ്വതക്ക മരിച്ചങ്ങളെ പേരിൽ കൊടുക്കണേ, സ്വതക്ക നോമ്പ് തുറപാട്ടേ, അങ്ങനെ പേരിൽ ആഹാരം കൊടുക്കടേ, അങ്ങനെ പേരിൽ പാവത്തെങ്ക് എന്തെങ്കിലും കൊടുക്കടേ, അങ്ങനെ പേരിൽ നല്ല വിഷയാക്കടേ. ഇത് അങ്ങനെ അദാബ് ഉയർത്തുക കാരണമാവടോ. ഇസ്തിഗ്ഫാർ അങ്ങക്ക് വേണ്ടി ദോഷമാഫാക്കും അല്ലാഹുവിനോട് കേൾക്കടേ. അതുപോലെ ഹജ്ജ് പോലത്തെ ഖുർആനോത്ത് പോലത്തെ എന്തായിട്ടിക്കട് ഇതുപോലത്തെ ദിക്ർ പോലത്തെ നന്മകളെല്ലാം ആക്കിയിട്ട് ഔ ഖിറാഅത്തിൻ അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് അങ്ങ് ഹദിയാക്കടേ, ദിക്ർ ചെന്നിട്ട് ഹദിയാക്കടേ. ഇതുപോലത്തെ കുടുംബത്തങ്ങമ ആറാണെങ്കിലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടാക്കടാറാ. അപ്പം അങ്ങ് വലിയ തഖ്ഫീഫ് കിട്ട്. അതുപോലെ അദാബ് ഇല്ലാണ്ടേ അവിടെ ഉണ്ടായിരിക്കട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശഫാഅത്തിന് അധികാരം കൊടുത്തു. മുഅ്മിനീങ്ങളിൽ പലർക്കും ശഫാഅത്തിന് അധികാരം അല്ലാഹു കൊടുത്തു. അങ്ങനെ എനിക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ആക്കുമ്പോൾ അല്ലാഹു മാഫാക്കട്. പക്ഷേ ഷഫാഅത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുടെ സമ്മതം വേണം. മന്ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അള്ളാഹുടെ സമ്മതം ഇല്ലാണ്ട് ഷഫാഅത്ത് ആക്കുകയില്ല. പക്ഷെ അള്ളാഹുടെ ആ സമ്മതപ്രകാരമേ ഷഫാഅത്ത് അങ്ങക്ക് വേണ്ടി ഇൻഫ്ലുവൻസ് ആക്കട അള്ളാഹുരൊട്ടിಗೆ. ഇതുപോലത്തത് കൊണ്ടെല്ലാം എന്താവടോ അദാബിൽ നിന്നിട്ട് പുറത്തു പിറകാവടോ. ഇതും കൂടി പഠിച്ചു വെച്ചിട്ട് മരിച്ച ആൾമാർക്ക് വേണ്ടിയിട്ടുള്ള അമലുകളും അങ്ങക്ക് വേണ്ടി ദുആകളും അങ്ങനെ പേരിൽ പലതും ആക്കരുത് ഞങ്ങൾ ശീലിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കും കൂലി കിട്ട്. ഞങ്ങൾ ഖുർആൻ ഓതിയിട്ട് അങ്ങ് ഹദിയാക്കട. അപ്പം ഞങ്ങൾക്ക് കൂലി കിട്ട്. എന്നിട്ട് അങ്കും അതുകൊണ്ട് തഖ്ഫീഫ് കിട്ട് സുലഭാവടോ. ഞങ്ങൾ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നാൽ പിന്നെ ഞങ്ങൾ അബ്ബമാർ അജ്ജമാർ കുടുംബത്തിൽ മത്സ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹദിയാക്കുമ്പോൾ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂലി കിട്ട്. അത് കൊണ്ടിയാവില്ല. അതിനൊട്ടിಗೆ അങ്ങനെ ഖബർ അദാബ് കൊണ്ട് തൊട്ട് തടയകു
ഈ ദിക്റുകളെ കൊണ്ട്, ഈ ഖുർആനോത്തുകളെ കൊണ്ട്, അങ്ങനെ പേരിൽ കൊടുത്ത സ്വതക്കുകളെ കൊണ്ട് ആ ഒരു വലിയൊരു ഫലം അള്ളാഹു കൊടുക്കുന്നുണ്ടായിരിക്കണം. അള്ളാഹു അങ്ങനത്തെ അമലാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് കാരണത്താൽ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഞങ്ങളുമായി ബന്ധപ്പെട്ടങ്ങളിൽ നിന്നിട്ട് മരിച്ചുപോയ ഞങ്ങളെ അദാബിൽ നിന്ന് രക്ഷിക്കുക അള്ളാഹു കാരണമാക്കി തരുമാറാകട്ടെ. ഞങ്ങൾ മരിച്ചെങ്കും ഞങ്ങൾക്കും അതേപോലെ ഓതിരങ്ങ ഞങ്ങൾക്ക് ഹദിയാക്കിടങ്ങ, ഞങ്ങൾക്ക് ഇംപ്ലൻസ് ആക്കിടങ്ങ, ഞങ്ങൾക്ക് വേണ്ടി ദ്വാർക്കിടങ്ങളെ അള്ളാഹു താല സൃഷ്ടിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു ഇംപ്ലൻസും ഒരാളെ ഒന്നും ആവശ്യമില്ലാണ്ട് ഞങ്ങളെ നല്ല സ്വഭാവത്തിൽ ജീവിച്ചിട്ട് ഒരു അദാബുമില്ലാണ്ട് ഒരു ശിക്ഷയുമില്ലാണ്ട് ആരംഭമേ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കടെ ആ 100% അദാബിൽ നിന്ന് മുക്തമാവിടെ അങ്ങനെ കൂടത്തിലോ അള്ളാഹു ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേട്ടതുകൊണ്ടെങ്കിലും അദാബിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷിക്കുകയോ, ആ ഫിത്നകളിൽ നിന്ന് രക്ഷിക്കുകയോ, ആ ചോദ്യത്തിന് നല്ലതുപോലെ ഉത്തരം കൊടുക്കുകയോ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.